ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. പൊട്ടറ്റോ കട്ട്ലേറ്റ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. പക്ഷേ സാധാരണ കട്ട്ലേറ്റ് തയ്യാറാക്കുന്നത് പോലെ സവാളയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിൻ്റെയും മുട്ടയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ കട്ട്ലേറ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ 250 ഗ്രാം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങി എടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പച്ചക്ക് തന്നെയാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്, വേവിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഒരു വലിയ സവാള ചെറുതാക്കി നുറുക്കിയത്, ഒരു 3 പച്ചമുളക്, കറിവേപ്പില എന്നിവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പോളം അളവിൽ പീനട്ട് ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പീനട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നട്ട്സ് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അതിന് പകരമായിട്ട് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ കൂട്ടിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ചില്ലി പൗഡറായാലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കൂട്ടിലേക്ക് നല്ലൊരു ബൈൻഡിങ് കിട്ടാനായിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അടുത്ത് മൈദയോ കോൺഫ്ലവറോ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് അരിപ്പൊടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കട്ട്ലേറ്റിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഞാനിപ്പോൾ ഒരു ഓവൽ ഷേപ്പിലാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ബോളിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിലോ വേണമെങ്കിൽ ഉരുട്ടിയെടുക്കാം. ഒരുപാട് വലുതാക്കിയിട്ട് ഉരുട്ടിയെടുക്കണ്ട, അങ്ങനെ ചെയ്താൽ ഉള്ളു വേവാനായിട്ട് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ചെറുതാക്കിയിട്ട് ഉരുട്ടിയെടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വന്നോളും. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ കട്ട്ലേറ്റ് തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം തയ്യാറായിട്ടുണ്ട്. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നിന്ന് 9 കട്ട്ലേറ്റ് എനിക്കിപ്പോൾ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരി എടുക്കാം. അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കണം. അതിനുശേഷം 1 മിനിറ്റ് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. വീണ്ടും ലാസ്റ്റ് ഒന്ന് കോരി എടുക്കാറാകുമ്പോൾ വീണ്ടും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 മിനിറ്റും കൂടി ഫ്രൈ ചെയ്തെടുത്താൽ കറക്റ്റായിട്ട് വെന്ത് വന്നോളും. ഈ കട്ട്ലേറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ പൊടിഞ്ഞ് പോകാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറയുന്നത്. എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം അപ്പോൾ തന്നെ ഇളക്കി കൊടുക്കരുത്. ഏകദേശം 2 മിനിറ്റ് കഴിയുമ്പോൾ മാത്രം ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഷാലോ ഫ്രൈ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം മീനൊക്കെ വറുക്കുന്നത് പോലെ കുറച്ച് എണ്ണയിൽ വേണമെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് ആ ഒരു മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. റൈസ് ബ്രാൻ ഓയിലാണ് ഞാനിപ്പോൾ ഇത് വറക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പൊടിഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടിയോ മൈദയോ യൂസ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ പൊടിഞ്ഞ് പോവാതെ നല്ല കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് 2 സൈഡ് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ മൊരിയിച്ചെടുക്കാം. എപ്പോഴും ഇളക്കിയൊന്നും കൊടുക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇളക്കി കൊടുത്താൽ മതി. ലാസ്റ്റ് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കോരി എടുക്കാനായിട്ട്. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ കട്ട്ലേറ്റ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു കട്ട്ലേറ്റ് നിങ്ങൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂ. പീനട്ടൊക്കെ ചേർത്തുകൊണ്ട് അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ. താങ്ക്